നമസ്കാരം, ഞാൻ അബ്ദുൽ ഖാദർ. പട്ടാമ്പിയാണ് സ്വദേശം വരുന്നത്. നമ്മുടെ കടയുടെ പേര് ലക്കി വാലി അഗ്രികൾച്ചറൽ മാൾ എന്നാണ്. ഈ പെരിന്തൽമണ്ണ റോഡിന് നമ്മുടെ ഫിഷ് മാർക്കറ്റ്, പുതിയ ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ വളവിൽ റൈറ്റ് സൈഡിൽ ആണ് നമ്മുടെ ഷോപ്പുള്ളത്. നമുക്ക് വരുന്ന സമയത്ത് തന്നെ റോഡിൻ്റെ സൈഡുകളിൽ നിറയെ ചെടികൾ വെച്ചിട്ട് കാണാം. ഒപ്പം തന്നെ നമുക്ക് നിറയെ കിളികളുടെ സൗണ്ടും കേൾക്കാം. നിങ്ങൾ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾ ഒന്ന് വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി നേരെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവികളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു ടൗണിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു വൈബിലേക്ക്, പ്രത്യേക ഒരു കുളിർമയിലേക്ക് നിങ്ങൾ വന്നെത്തും. അതാണ് ലക്കി വാലി. ഇതിലുള്ള താല്പര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജോലിയുമായി അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവരെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഇതിനെ വളർത്തി പിന്നെ അതിൻ്റെ വിപണന സാധ്യതകൾ കണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾ, താല്പര്യം കൊണ്ട് മാത്രം തന്നെയാണ് ഓരോരുത്തരും ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് പെറ്റ്സ് വെറൈറ്റികളായിട്ടുള്ളത്, പ്രധാനമായിട്ടും നമ്മുടെ ഷോപ്പ് തന്നെ ഫേമസ് ആയിട്ടുള്ളത് പ്രാവുകൾക്കാണ്. വിവിധ തരത്തിലുള്ള ഫാൻസി പ്രാവുകൾ, അതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കട ഫേമസും അതിന് തന്നെയാണ്. രണ്ടാമതായിട്ട് വിവിധ തരത്തിലുള്ള കിളികൾ, ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കോക്ടൈൽ, അതുപോലെ തന്നെ ജാവ, ഡയമണ്ട് ഡവ്, വിവിധ തരത്തിലുള്ള കൊണിയൂർ ഐറ്റംസ്, പൈനാപ്പിൾ കൊണിയൂർ, ഗ്രീൻ ചീ കൊണിയൂർ, സൺ കൊണിയൂർ, അതുപോലെ തന്നെ ഉള്ള മറ്റുള്ള എക്സോട്ടിക് ബേർഡ്സുകൾ ഒക്കെ ആണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ബേർഡ്സ് വെറൈറ്റിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധ തരം കോഴികൾ, നാടൻ കോഴി, ഫാൻസി കോഴികൾ, മുട്ടക്കോഴികൾ, അതുപോലെ തന്നെ ടർക്കി, ഗിനി, അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ നമ്മളിവിടെ പെറ്റ്സ് വെറൈറ്റിയിൽ കോഴികളുടെ വെറൈറ്റീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരം പൂച്ചകൾ, പേർഷ്യൻ ക്യാറ്റുകൾ, ബംഗാൾ ക്യാറ്റുകൾ, അങ്ങനെയുള്ള വിവിധ തരം നമുക്ക് വളർത്താൻ പറ്റിയ പെറ്റ്സ് അനിമലായിട്ടുള്ള പൂച്ചകളുണ്ട്. നായ്ക്കുട്ടികളുണ്ട്. ഇവിടെ സ്റ്റോക്കായിട്ടുണ്ടാകുക ടോയ് ബ്രീഡുകളാണെങ്കിലും നമുക്ക് ഏത് തരത്തിലുള്ള നായ്ക്കുട്ടികളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് ന്യായമായ വിലക്ക് വാങ്ങിച്ച് നൽകും. ഇത്രയാണ് നമുക്ക് ജീവികളായിട്ട് നമ്മുടെ കടയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കിളികളുടെ തീറ്റകൾ, കോഴികളുടെ വിവിധ തരത്തിലുള്ള തീറ്റകൾ, അതുപോലെ തന്നെ പ്രാവിനുള്ള തീറ്റകൾ, എല്ലാതരം എക്സോട്ടിക് ബേർഡ്സിനുള്ള തീറ്റകൾ, അതുപോലെ തന്നെ ഏറ്റവും വൈവിധ്യമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് നായകളുടെയും പൂച്ചകളുടെയും, പ്രധാനമായിട്ടും നായകളുടെയും പൂച്ചകളുടെയും തീറ്റകൾ, അവരുടെ അനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അവരുടെ ഷാമ്പൂകൾ, അവരുടെ മറ്റുള്ള ആക്സസറീസ്, കോളറ്, അതുപോലെ തന്നെ കോമ്പ്, നെയിൽ കട്ടർ, അവർക്കുള്ള ഗ്ലൗസ്, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഒരു നായയും പൂച്ചയും വളർത്തുന്നവർക്ക് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഇവിടെ, മെഡിസിൻസ് അല്ലാത്ത എല്ലാ സാധനങ്ങളും, സപ്ലിമെൻറ്റ്സ്, ഫുഡ് സപ്ലിമെൻറ്റ്സും ഒക്കെ നമുക്ക് നമ്മുടെ ഈ കടയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, പെറ്റ്സ് വാങ്ങിക്കുന്നത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ടല്ല. നമ്മളിവിടെ തന്നെ ബ്രീഡേഴ്സ്, നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് തന്നെ തീറ്റകളും മറ്റ് സാമഗ്രികളും കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് അടുത്ത ആളുകൾക്ക് കൈമാറുന്ന ഒരു രീതിയാണ് പെറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ കടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിൽപ്പന സ്ഥാപനം എന്നുള്ളതിന് അപ്പുറത്ത് ഇവിടെ നാട്ടിലുള്ള ബ്രീഡേഴ്സിൻ്റെ, പെറ്റ് സ്നേഹികളുടെ, ഹോബിയിസ്റ്റുകളുടെ കയ്യിൽ വരുന്ന, അവരുടെയൊക്കെ വിൽപ്പനയ്ക്ക് എത്തുന്ന തരത്തിലുള്ള, നേരത്തെ പറഞ്ഞപ്പോൾ വിട്ട കുറച്ച് സാധനങ്ങൾ, മുയലുകൾ, അതുപോലെ തന്നെ ഹാംസ്റ്റർ, ഗിനി പിഗ് എന്നുള്ള ചെറിയ റെപ്റ്റൈൽസുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആർക്കാണോ ആവശ്യം അവരിലേക്ക് അത് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിലാണ് നമ്മൾ ഇവിടെ പെറ്റ് ഷോപ്പ് കൈകാര്യം ചെയ്തു പോകുന്നത്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും അതിന് ഹാബിച്വലായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ
എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അത് വാട്സപ്പിലൂടെയും നേരിട്ടും ഒക്കെ ഫോൺ വിളിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല ഒരു രീതി ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. എല്ലാ മേഖലയ്ക്കും അപ്ഡേഷൻ ആവശ്യമുണ്ട്. ആ രീതിയിലുള്ള ഒരു അപ്ഡേറ്റഡായി മെല്ലെ മെല്ലെ ഈ ഒരു മേഖല തന്നെ വളർത്തി മൊത്തത്തിൽ ഈ പെറ്റ്സ് മേഖല കുറച്ച് ആളുകളിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കുട്ടികളൊക്കെ ആണെങ്കിൽ പുതുതലമുറ മൊബൈലിലേക്കും മറ്റുള്ള ലഹരിയിലേക്കും ഒക്കെ പോയിക്കൊണ്ട് നമ്മുടെ സഹജീവികളോടും മൊത്തത്തിൽ നാടിനോടും ഒക്കെ ഒരു പ്രതിബദ്ധത കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അതിൽ നിന്ന് ഈ ഒരു വരും തലമുറയെ, അതുപോലെ തന്നെ നമുക്ക് പറയാം പിന്നെ നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ, അവർക്ക് പിന്നെ ഒരു മക്കളോ രണ്ട് മക്കളോ ഇവർ രണ്ടുപേരും വിദേശത്തും ഒക്കെ ആയിട്ട് ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഇവരെ കൃത്യമായി ഇവർക്കും സ്നേഹിക്കാനും ഇവരെ സ്നേഹിക്കാനുമുള്ള ഒരു രീതിയിൽ, അപ്പോൾ ഈ രണ്ട് തരം ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായ ഒരു പരിഹാരമാണ് പെറ്റ്സ് വളർത്തൽ എന്നാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ പെറ്റ് ഷോപ്പുകാരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആളുകളുടെയും ഈ രണ്ട് കൂട്ടരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്തരത്തിൽ അവരെ ഹാപ്പിയാക്കി നിലനിർത്താം. പുതുതലമുറയെ പെറ്റ്സാണ് ലഹരി എന്നുള്ള ലഹരിയാക്കാം പെറ്റ്സിനോട് മറ്റുള്ള ഇത് ഏറ്റവും നല്ല ഒരു ലഹരിയാണ്. കൃത്യമായി അത് നമുക്ക് സ്നേഹിക്കാൻ, മറ്റുള്ള എല്ലാ ദോഷ്യമായ ലഹരിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് പെറ്റ്സിനെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ പ്രായമായവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെറ്റ്സിനെ എത്തിച്ചുകൊണ്ട് മൊത്തത്തിൽ സഹജീവികളോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പട്ടാമ്പി അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ നാടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് ഉണ്ടാവുക. ഒരു പെറ്റ്സിനെ വളർത്തുന്ന ആളുകളോട് അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ താല്പര്യത്തോടെ മാത്രം ഇതിലേക്ക് വരിക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരിക്കലും പെറ്റ്സ് വളർത്തുന്ന മേഖലയിലേക്ക് വരാതിരിക്കുക. കാരണം ഇത് കൃത്യമായി നമ്മുടെ ഒരു ശ്രദ്ധയും വെറും ഒരു തീറ്റ കൊടുക്കലോ വെള്ളം കൊടുക്കലോ അപ്പുറത്ത് കൃത്യമായി നമ്മുടെ കരുതലും സ്നേഹവും നമ്മുടെ കളിയും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് പെറ്റ്സ്. അപ്പോൾ ഈ പെറ്റ്സിനെ കൃത്യമായി കെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആണ് ഇതിലേക്ക് വരലാണ് ഈ മേഖല നിലനിൽക്കാനും നിങ്ങളുടെയും സൗകര്യത്തിന് നന്നാവുക എന്നാണ് പറയാനുള്ളത്. മറ്റൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പെറ്റ് കെയർ സർവീസ് ചെയ്യുന്നുണ്ട്, പെറ്റ് ബോർഡിങ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പെറ്റ് സ്നേഹിയാണ്, നിങ്ങൾക്ക് 2 ദിവസം 4 ദിവസം എങ്ങോട്ടും മാറി നിൽക്കണം, വല്ല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വല്ല ടൂറുകളൊക്കെ ആയിട്ട് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഈ പെറ്റ്സിനെ ഒന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾ ആ കാര്യം കൃത്യനിഷ്ഠയോടെ ചെയ്യും. അതുപോലെ തന്നെ ക്യാറ്റിൻ്റെ ഗ്രൂമിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. മുടി വെട്ടി വൃത്തിയാക്കി അവരെ കൃത്യമായി കുളിപ്പിച്ച് മറ്റുള്ള രീതിയിലുള്ള എല്ലാ നഖം ഒക്കെ ക്ലിയർ ചെയ്ത് ചെവിയൊക്കെ ക്ലീനാക്കി അവരെ കൃത്യമായി ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ആളുകൾ കൊണ്ടുവന്ന് തരും, പിന്നെ ചിലർ വന്നെടുക്കാൻ പറയും. അങ്ങനത്തെ പ്രാധാന്യത്തോടെ ഇവിടെ കൊണ്ടുവരുന്നവരെ ചെയ്തു കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചെയ്തു കൊടുക്കും സാധനങ്ങൾ. കൃത്യമായ ഒരു എമൗണ്ടിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെലിവറി ചെയ്തു കൊടുക്കുന്ന സൗകര്യം കൂടി നമുക്കുണ്ട്. എല്ലാ തരം ഫുഡുകളുണ്ട്. കിളികൾക്ക് സാധാരണ ലവ് ബേർഡ്സിനുള്ള സ്പെഷ്യൽ തീറ്റകൾ, അതിൽ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡിനും കോക്ടെയിലിനുള്ള സ്പെഷ്യൽ തീറ്റകൾ, കൊണിയൂർ ഐറ്റംസ്, പാരറ്റ് ഐറ്റംസിനുള്ള സ്പെഷ്യൽ തീറ്റകളുണ്ട് കിളികളിൽ. പിന്നെ പ്രാവിനുള്ള മിക്സ് ഫുഡുണ്ട്. പിന്നെ അതിൻ്റെ മറ്റുള്ള അനുബന്ധ സാധനങ്ങളുണ്ട്, ഗ്രിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ കോഴികളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കുഞ്ഞു മുതൽ വലിയ കോഴികൾക്ക് വരെയുള്ള ഡിഫറെൻറ്റ് തീറ്റകളുണ്ട്. കാടകൾക്കുള്ള തീറ്റകളുണ്ട്, മുയലിനുള്ള തീറ്റകളുണ്ട്. പിന്നെ ആടിനുള്ള തീറ്റകൾ ആവശ്യാനുസരണം മാത്രം എത്തിച്ചു കൊടുക്കുന്ന
ഒരു പരിപാടിയുണ്ട്. പിന്നെ പൂച്ചകളുടെ തീറ്റകൾ 10-12 വെറൈറ്റികളിൽ ഉണ്ട്. അത് പാക്കറ്റായിട്ടും കിട്ടും. ചെറിയ 20 കിലോ മുതൽ 1 കിലോ വരെയുള്ള അല്ലെങ്കിൽ 1/2 കിലോ വരെയുള്ള തീറ്റ പാക്കറ്റുകളായിട്ടും കിട്ടും. 100 രൂപ മുതൽ മേപ്പോട്ട് ലൂസായിട്ടും അത് കൊടുക്കുന്നുണ്ട്. നായയുടെ തീറ്റയും അതുപോലെ തന്നെ ഒരുപാട് നാട്ടിൽ പ്രശസ്തമായ എല്ലാ വെറൈറ്റി ഫുഡുകളും അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ാണ് 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ കുടുംബമുണ്ട്. അവർ പിന്നെ 3 മക്കളും ഉണ്ട്. അങ്ങനെ ഒരു 10 അംഗ കുടുംബമാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമ്മുടെ പെറ്റ് ഷോപ്പിന് ഓൾ കേരള ഒരു പ്രബലമായ ഒരു സംഘടന ഉണ്ട്, അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷൻ. അതിൻ്റെ സംസ്ഥാന ട്രഷററായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പാലക്കാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഇപ്പോൾ എൻ്റെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബല വ്യാപാരി സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ്, വളരെ ഫേമസായ പ്രബലമായ ഒരു യൂണിറ്റാണ് പട്ടാമ്പി യൂണിറ്റ്. പട്ടാമ്പി യൂണിറ്റിലെ യൂത്ത് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി പട്ടാമ്പിയിലെ പഴയ ഒരു സ്കൂളായ ഗവൺമെൻറ് UP സ്കൂൾ, പട്ടാമ്പി ടൗണിലുള്ള ഗവൺമെൻറ് UP സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റായിട്ടും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും പിന്നെ ഇത്ര നേരം എൻ്റെ സ്ഥാപനത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ചും ശ്രവിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് നമ്മുടെ ലക്കി വാലി വന്ന് സന്ദർശിക്കുക. സ്ഥിരം വരുന്നവർ ഇനിയും വരിക, ലക്കി വാലിയുടെ ഭാഗമാവുക. ലക്കി വാലിയോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.